ഹലോ ഹായ്, ഇന്നൊരു കുക്കുംബർ സലാഡാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ വളരെ ടേസ്റ്റാണ്, ഈസിയും ആണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് മൂന്നാല് കുക്കുംബർ ഞാൻ നേരത്തെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി എടുത്ത് വെച്ചതാണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ തൊണ്ടൊന്ന് പീൽ ചെയ്ത് കളയണം. ശരിക്കും പറഞ്ഞാൽ കുറച്ച് വണ്ണമുള്ള നമ്മുടെ നാട്ടിലൊക്കെ കിട്ടൂലേ, കുറച്ച് വലുപ്പത്തിലുള്ളത്, അതുപോലത്തെ കുക്കുംബറാണ് ഇതിന് നല്ലത്. പക്ഷേ നമുക്കിവിടെ കിട്ടുന്നത് ഇതേ രീതിയിലുള്ള കുക്കുംബറാണ്. കഴിക്കാൻ ഇതാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ അതുപോലെ ഇതുപോലെയൊക്കെ ഒന്ന് പീൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ഇനിയിപ്പോൾ ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്കുള്ള ആ ഒരു അരി ഉണ്ടല്ലോ, അത് നമുക്ക് സ്പൂൺ കൊണ്ട് ചുരണ്ടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു സവാള നമ്മൾ ചോപ്പറിലൊന്ന് കൊത്തിയരിഞ്ഞതാണ്. പിന്നെ ഒരു കൈപ്പിടിയോളം കോണ് വേവിച്ചതാണ് കേട്ടോ. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി അതും അരിഞ്ഞത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു അര ലെമണും കൂടി പിഴിഞ്ഞൊഴിക്കണം, ചെറുനാരങ്ങ. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ നമ്മുടെ ചാറ്റ് മസാല ഉണ്ടല്ലോ, ഒരു ടീസ്പൂണോളം അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ ആ അരിയൊക്കെ കളഞ്ഞ കുക്കുംബർ ഉണ്ടല്ലോ, അത് ഏതെങ്കിലും ഒരു കട്ടിംഗ് ബോർഡിലേക്ക് നിരത്തി വയ്ക്കാം. എന്നിട്ട് നമുക്കിതാ ആ ഫില്ലിങ്സായിട്ട് അത് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് നിറച്ച് കൊടുക്കണം. വലിയ കുക്കുംബർ ആണെങ്കിൽ നിറഞ്ഞങ്ങനെ ഇരിക്കും. അതാണ് കാണാനൊക്കെ അതാണ് ഭംഗി, പക്ഷെ കഴിക്കാൻ ഇതാണ് ടേസ്റ്റ്. ഇനിയിപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ പീസിൻ്റെ വറുത്തതുണ്ടല്ലോ, അതിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളാണ് കേട്ടോ നമ്മുടെ ഈ സലാഡിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. നല്ലൊരു വീഡിയോ ആയിട്ട് പോയിട്ട് വരാം.